ചെയ്യേണ്ടവർ തന്നെ നിനക്കെതിരായി നിൽക്കുന്ന കാലഘട്ടം വരുമ്പോൾ, നിന്നെ വളർത്തേണ്ടവർ തന്നെ നിന്നെ തളർത്തുവാൻ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ, നിന്നെ കൈവച്ച് അനുഗ്രഹിക്കേണ്ടവർ തന്നെ നിന്റെ മുഖത്ത് നോക്കി പ്രാകുമ്പോൾ, ഇന്ന് പകൽ നീ അധൈര്യപ്പെട്ടു പോകരുത്. വാളും കുന്തവും ഉണ്ടാക്കി കൊടുക്കേണ്ട ഫെലിസ്ത്യർ തന്നെ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നോ. ഇവന്റെ പക്കൽ എടുത്തു കാണിപ്പാൻ ഒരു വാളുമില്ല. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകന്റെ അടുക്കൽ പറയുകയാണ്, നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടവർ തന്നെ നമുക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ, നമ്മെ സപ്പോർട്ട് ചെയ്യേണ്ടവർ തന്നെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ, നമ്മൾക്ക് കൈത്താങ് തരേണ്ടവർ തന്നെ നമ്മളെ അപഹസിക്കുമ്പോൾ, നീ ഒരു കാര്യം അറിയണം, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഫെലിസ്ത്യര് പറയാം, നമ്മൾ വാള് കൊടുത്തില്ലെങ്കിൽ ഇസ്രായേൽ ജയിക്കത്തില്ല. ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ട്, അവൻ സപ്പോർട്ട് ചെയ്തില്ല നീ അങ്ങ് എത്തത്തില്ലെന്ന്, അവൻ നിന്റെ കൂടെ നിന്നില്ല നീ ആരും ആകത്തില്ലെന്ന്, അവൻ വഴി അടച്ചാ നീ അങ്ങ് പൂട്ടിക്കെട്ടി മൂലെ കയറുമെന്ന്. പോയി വേറെ വല്ലവരുടെ അടുക്കലും പറ, ദൈവത്തിന്റെ കൃപ ലഭിച്ച അഭിഷേകമുള്ള വിശ്വാസമുള്ള ദൈവജനത്തോടത് പറയരുത്. ഫെലിസ്ത്യനെ നിനക്ക് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയും, നിനക്ക് വാളും കുന്തവും തരാതിരിക്കാൻ കഴിയും, പക്ഷെ നിനക്കെന്റെ ജയത്തെ തടയാൻ കഴിയത്തില്ല. നിനക്കെന്റെ ജയത്തെ തടയാൻ കഴിയത്തില്ല. ഇന്ന് പകൽ നിന്റെ അക്സസുകൾ അടയ്ക്കാൻ കഴിയും, നിനക്കെതിരെ കള്ളക്കഥ പറയാൻ കഴിയും, നിനക്ക് വരുന്ന അവസരങ്ങളെ തൻ്റെ നാവിൻ്റെ നീളം കൊണ്ട് നാവാടിത്തരം കൊണ്ട് തടയാൻ അവൻ പരിശ്രമിച്ചേക്കാം. പക്ഷെ അറിയട്ടെ, നിന്റെ മേൽ ദൈവം ഇട്ട നിയോഗത്തെ, നിന്റെ മേൽ ദൈവം ഇട്ട നിർണയത്തെ അവനൊരു ചുക്കും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. ഏത് കൊലകൊമ്പൻ നിന്റെ നിയോഗത്തിനെതിരെ നിന്നാല്, ഏത് തമ്പുരാൻ നിന്റെ ദൈവപദ്ധതിക്കെതിരെ നിന്നാലോ, ഉടയ തമ്പുരാൻ ഒരുത്തൻ സ്വർഗത്തിൽ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് സൃഷ്ടിച്ചവൻ, അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിച്ചു വേർതിരിച്ചവൻ നിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുമ്പോൾ അവൻ ഒരു ചുക്കും ചെയ്യുകയില്ലെന്ന്. വെപ്പൺ സപ്ലൈ ഒക്കെ ബ്ലോക്ക് ചെയ്യാം, പക്ഷെ ജയം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അന്ന് ഫെലിസ്ത്യൻ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്ന വെപ്പണിലല്ല ഇസ്രായേൽ ജയം അനുഭവിക്കുന്നത്. ചില വഴികൾ ദൈവം അടയ്ക്കുന്നത് എന്തിനാണെന്നറിയാം, ചില സാധ്യതകൾ ദൈവം അടയ്ക്കുന്നത് എന്തിനാണെന്നറിയാം, ചില ബന്ധങ്ങളെ ദൈവം നശിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? അത് നശിക്കുന്നിടം വരെ നമ്മൾ എന്തോ ചിന്തിച്ചെന്നറിയാവോ? ആ അച്ചാച്ചനാ എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്. ആമേൻ. നമ്മൾ ചിന്തിക്കുന്ന ദൈവമല്ല, ആ അച്ചാച്ചനാ, ആ അമ്മാമയാ. പക്ഷെ കർത്താവിന് ഒരു കാര്യം നിന്നെ വെളിപ്പെടുത്താനുണ്ട്. ആ അച്ചാച്ചനും ആ അമ്മാമയും ഒക്കെ ആമേൻ ഫോർ എ സീസൺ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരിക്കാം, പക്ഷെ അവൻ അല്ലെന്നേ നിന്റെ ഉടയവൻ. തകരുന്ന ബന്ധങ്ങൾക്ക് സ്തോത്രം, അകലുന്ന